ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മളിതാ രാവിലെ ഒരു 7:30 ആയപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഫുഡ് കഴിച്ചിട്ട് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ റെഡിയായി വന്നതാണ്. അപ്പം നല്ലൊരു സ്പ്രെഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഇത് കൂടാതെ ലൈവ് കൗണ്ടറും ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ആവശ്യാനുസരണം ഓംലെറ്റും പ്ലെയിൻ ദോശയും മസാല ദോശയും ഗീ റോസ്റ്റും അപ്പവും ചായയും ഒക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് അവർ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. എല്ലാം തന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓട്ടോയിലാണ് കേട്ടോ സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. നമ്മൾ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതൊരു കാറിലായിരുന്നു. പക്ഷേ ഡൽഹിയിലുള്ള ആളായതുകൊണ്ട് ആൾക്ക് ഇവിടുത്തെ റൂട്ടൊന്നും അത്ര പരിചയമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാത്രിയിൽ ഇന്നലെ ബാപ്പു ബസാറിൽ പോയ നേരത്ത് ഒരു ഓട്ടോക്കാരനെ പരിചയപ്പെട്ടിരുന്നു. ആൾ രാവിലെ നമ്മളെ എല്ലാ സ്ഥലങ്ങളും കാണിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങാൻ കേട്ടോ. പോണ വഴിക്ക് തന്നെയാണ് കേട്ടോ ബിർള മന്ദിറും ആൽബർട്ട് ഹാൾ മ്യൂസിയം ഹവാമഹലും ഒക്കെ ഉള്ളത്. ഇതാണ് ബിർള മന്ദിർ. അപ്പം നമ്മൾ ഹവാമഹലിനൊക്കെ മുമ്പിൽ കൂടെയാണ് പോണത്. വൈകിട്ടാണ് കേട്ടോ ഹവാമഹലും ആൽബർട്ട് ഹാൾ മ്യൂസിയം ഒക്കെ വരാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ ഏകദേശം ആമർ പാലസിൻ്റെ അടുത്ത് എത്താൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ആമർ പാലസിൽ പോകാനാണ് വിചാരിച്ചിട്ടുള്ളത്. ആരവല്ലി മലനിരകളിലാണ് കേട്ടോ ഈ ഒരു പാലസ് സ്ഥിതി ചെയ്യുന്നത്. കച്ച്വ രാജ്പുത്തിൻ്റെ ആദ്യത്തെ ക്യാപിറ്റലായിരുന്നു ആംബർ. അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ഫോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് തന്നെ ജയ്ഗഡ് ഫോർട്ടും മെഹാർഗഡ് ഫോർട്ടും ഒക്കെ ഉണ്ട്. മൂന്നും തൊട്ടടുത്തടുത്തായിട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മൾ ആദ്യം തന്നെ ആംബർ ഫോർട്ടിലേക്കാണ് പോകുന്നത്. 52 റുപ്പീസാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. മോൾട്ട തടാകത്തിൻ്റെ തീരത്താണ് ഈ ഒരു ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഒരു ഗൈഡിനെയൊക്കെ എടുത്ത് നമ്മൾ നേരെ ഫോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗൈഡ്. അങ്ങോട്ടേക്ക് പോണ വഴിക്ക് തന്നെയാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. മീരാബായിക്ക് വേണ്ടിയിട്ട് പണികഴിപ്പിച്ചിട്ടുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. നല്ല മനോഹരമായിട്ട് കാർവിംഗ് ഒക്കെ ചെയ്ത നല്ലൊരു പാലസാണ് കേട്ടോ ഇത്. നല്ല സ്റ്റോണിലും മാർബിളിലും ഒക്കെ തീർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ടെമ്പിളാണിത്. ഇവിടെ നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ അലൗഡ് ആണ് കേട്ടോ. നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് അവിടെ കർവിങ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടുത്തെ വർക്കാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ട് കൊത്തുപണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടുള്ള കൊത്തുപണികളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് നോക്കിയാലും ഫോർട്ടിൻ്റെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇനി നമുക്ക് കുറേ മുകളിലോട്ട് കയറി പോകാനുണ്ട്. നമുക്ക് താഴെ നിന്ന് എലിഫൻറ്റ് സഫാരിയും ജീപ്പ് സഫാരിയും ഒക്കെ ഉണ്ട് കേട്ടോ മുകളിലെത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങൾ നടന്നാണ് കേട്ടോ പോയിട്ടുള്ളത്. അതോ ആ ബിൽഡിംഗ് ആംബർ വില്ലേജിൻ്റെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. പിന്നെ ഞങ്ങളിതാ അങ്ങനെ മുകളിലേക്ക് നടക്കാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട് മുകളിലേക്ക്. കയറി ചെല്ലുമ്പോൾ തന്നെ രാമൻ ഹത്ത എന്ന് പറഞ്ഞിട്ടുള്ളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ അത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു. അതിനുശേഷം വീണ്ടും ദാ മുകളിലേക്ക് കയറുകയാണ്.
മെയിനായിട്ട് 2 ഗേറ്റാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പം നമ്മൾ സൂരജ് പോൾ എന്ന് പറഞ്ഞ ഗേറ്റിൽ കൂടെയാണ് ഇപ്പോൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ ചെല്ലുന്നത് വിശാലമായിട്ടുള്ളൊരു കോർട്ട്യാർഡിലേക്കാണ് കേട്ടോ. മെയിനായിട്ട് 4 കോർട്ട്യാർഡിന് ചുറ്റുമായിട്ടാണ് ഇവിടെ എല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ സൂരജ് പോൾ കൂടെ കയറി നേരെ വരുന്നത് ജലേബി ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോർട്ട്യാർഡിലാണ് കേട്ടോ. ഇതിന് ചുറ്റിനും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. രാജാ മാൻസിംഗ് ആണ് ഈ ഒരു പാലസിൻ്റെ പണി തുടങ്ങി വെച്ചത്. അതിനുശേഷം വന്ന പല രാജാക്കന്മാരായിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. കച്ച്വ രാജ്പൂത്തിൻ്റെ ആദ്യത്തെ ഒരു പാലസ് ആയിരുന്നു കേട്ടോ ഇത്. അതിനുശേഷമാണ് അവർ സിറ്റി പാലസിലേക്ക് താമസം മാറിയത്. ഈ ഒരു പാലസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ജയ്ഗഡ് ഫോർട്ടും നഹർഗഡ് ഫോർട്ടും ഒക്കെ പണിയേൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ കോർട്ട്യാർഡിലുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ടാണ് നമ്മൾ സെക്കൻഡ് കോർട്ട്യാർഡിലേക്ക് എത്തുന്നത്. അതിന് ചുറ്റുമായിട്ടാണ് കേട്ടോ മെയിനായിട്ടുള്ള പല നിർമ്മിതികളും. അപ്പം നമ്മൾ സെക്കൻഡ് കോർട്ട്യാർഡിലുള്ള ദിവാനി ആമിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. ദിവാനി ആം എന്ന് പറഞ്ഞാൽ ഹോൾ ഓഫ് പബ്ലിക് ഓഡിയൻസ്. രാജാവ് പ്രജകളുമായിട്ട് അവരുടെ പരാതികൾ കേട്ടിരുന്നതും പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ കാർവിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു സ്ട്രക്ചറാണിത്. മാർബിളും റെഡ് സാൻഡ് സ്റ്റോണും കൊണ്ടിട്ടാണ് ഈ ഒരു ബിൽഡിങ് പണിയഴിപ്പിച്ചിട്ടുള്ളത്. മുഗൾ രജ്പുത് രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ്ചറായിട്ടാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പണി. അതുപോലെ തന്നെ ഇവിടെ ഡാൻസ് അതുപോലുള്ള പരിപാടികളൊക്കെ നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയായിട്ടാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങാണ് സത്തായിസ് കച്ചേരി എന്ന് പറയുന്നത്. അവിടെയാണ് ഓരോ ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചിരുന്നത്. പല മന്ത്രിമാരുടെ ഓഫീസുകളൊക്കെ പ്രവർത്തിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. അപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിങ്ങാണ്. അപ്പം നമുക്കിതാ ദിവാനി ആമിൽ നിന്നാലിതാ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. താഴേന്ന് എലിഫൻറ്റ് സഫാരി ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആൾക്കാർ വരുന്നതാണ് ഈ കാണുന്നത്. താഴേന്ന് ഈ എലിഫൻറ്റിൽ കയറിയിട്ടാണ് മുകളിലേക്ക് എത്തണതാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ. ഇതാണ് മോൾട്ട ലേക്ക്. ഇതിന് നടുക്കായിട്ട് കാണപ്പെടുന്ന ആ ഗാർഡൻ അത് പണ്ട് രാജാവിന് കാശ്മീരിലൊക്കെ കിട്ടുന്ന പോലത്തെ കേസർ ഇവിടെയും കൃഷി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടു. പക്ഷേ കേസറൊക്കെ നല്ല തണുപ്പുള്ള സ്ഥലത്തല്ലേ വളരുക. ഇവിടെ അതിന് പറ്റാത്തൊരു കാലാവസ്ഥയാണ്. ഇവിടെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടായത് കൊണ്ടിട്ടാണ് ഈ ഒരു ലേക്കിന് നടുക്കായിട്ട് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു ഗാർഡന് സൈഡിലായിട്ട് ഒരു സ്റ്റേജും കാണാം. एक्चुअली में ये जो सामने आप गार्डन देख रहे हैं इसको कहते हैं सैफरन गार्डन। राजा मानसिंह जी ने यहाँ पे सैफरन उगाने की कोशिश करी थी कि मैं सैफरन केसर होता है जो उसकी खेती करूँ मैं। लेकिन एक्चुअली में क्या था कि यहाँ का टेम्परेचर बहुत ही हॉट था, गर्म था और सैफरन फिर बहुत ही कोल्ड टेम्परेचर में उगती है। जब कश्मीर जैसा टेम्परेचर चाहिए होता है उसको, तो यहाँ पे सैफरन की खेती नहीं हो पाई। तो राजा मानसिंह जी ने यहाँ पे एक गार्डन बना दिया, इसका नाम दिया गया सैफरन गार्डन। सामने आप गार्डन देख रहे हैं वो है। ये जो आप झील देख रहे हैं इसका नाम है माउठा लेक। ये झील टेम्परेरी होती है, पर अभी रिफाइंड ठंडा मौसम है, बारिश है, इसलिए इसमें पानी है। जब मई जून आएगी तो झील सूख जाएगी, पर जब पानी का स्तर कम हो जाएगा। पर एवरी डे मॉर्निंग के अंदर 8 to 12 तक ऐसे हाथी की विजिटिंग होती है, राइडिंग होती है। नीचे आप देख रहे हैं वहाँ पे हाथी लेके आते हैं विजिटर्स को, सीधे जलेबी चौक को छोड़ते हैं जहाँ पे अपन लोग टिकट लिए थे। ठीक है, सामने जो आप चेयर्स देख रहे हैं वहाँ पे एवरी डे इवनिंग के अंदर लाइट एंड साउंड शो होता है। पब्लिक वगैरह वहाँ बैठती है और वहीं पे पूरे पैलेस पे एक्सप्लेन किया जाता है।
ഇതാണ് സത്തായിസ് കച്ചേരിയുടെ ഉൾവശം. ഫുൾ മാർബിൾ കൊണ്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് ഗണേഷ് പോൾ എന്നറിയപ്പെടുന്ന ഈ ഒരു ബിൽഡിങ്. വളരെ മനോഹരമായിട്ട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. ഈ പിക്ചറൊക്കെ നാച്ചുറൽ കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ എക്സ്ട്രാക്റ്റ് കൊണ്ടിട്ടും സ്റ്റോണിൻ്റെ പീസസും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പിക്ചറൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷം പഴക്കമുള്ള പിക്ചറാണെന്ന് കണ്ടാൽ തോന്നുകയില്ല. ഈ ഒരു ബിൽഡിംഗ് കടന്നിട്ടാണ് നമ്മൾ മൂന്നാമത്തെ കോർട്ട്യാർഡിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ കോർട്ട്യാർഡിലുള്ള മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. ശീഷ് മഹൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഗ്ലാസും അതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോണും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണിത്. ഈ പാലസിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ പില്ലേഴ്സൊക്കെ മാർബിൾ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. വിശിഷ്ട വ്യക്തികളെയൊക്കെ സ്വീകരിച്ചിരുന്ന സ്ഥലമാണിത്. അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ രാജാവും പത്നിമാരും താമസിച്ചിരുന്ന ഒരു ബിൽഡിംഗ് ആണിത്. ഈ ബിൽഡിങ്ങിൻ്റെ റൂഫിലും വോളിലും ഒക്കെ മിറർ കൊണ്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള വർക്കാണ് കേട്ടോ. നേരിട്ട് കാണാൻ വളരെ മനോഹരമാണ്. വെയിലൊക്കെ അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ രാത്രിയിലായാലും ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ ഈ ബിൽഡിങ് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് റൂമുകളുണ്ട്. അവിടെയാണ് രാജാവും പത്നിമാരും വിൻ്റർ സീസണിൽ താമസിച്ചിരുന്നത്. ഇവിടെ വരുന്നവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ശീഷ് മഹലിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ശീഷ് മഹൽ കണ്ടാൽ ഇവിടുന്ന് പോകാനേ തോന്നൂല കേട്ടോ. എത്ര നേരം വേണമെങ്കിലും നമ്മൾ ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ നിൽക്കും. അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ ഇതിൻ്റെ വർക്കൊക്കെ കാണാൻ തന്നെ. മാർബിൾ അല്ലേ? അവിടുന്ന് നമ്മൾ നേരെ നടന്നെത്തിയത് മനോഹരമായിട്ടുള്ള സുഹാൽ മന്ദിർ എന്നറിയപ്പെടുന്ന ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ. മനോഹരമായിട്ട് മാർബിളിൽ കാർവിംഗ് വർക്കൊക്കെ ചെയ്ത നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നു അത്. അവിവാഹിതർക്കും അതുപോലെ തന്നെ
വിധവകളായ സ്ത്രീകൾക്കും ഇങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. രാജാവ് യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഇവിടെ തിരി കത്തിച്ച് വെക്കുമായിരുന്നു. രാജാവ് വിജയിച്ച് തിരിച്ചു വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ തിരി അണയ്ക്കുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ രാജാവ് വിജയിച്ച് വരുമ്പോഴത്തേക്കിനും ഈ ഒരു ഇവിടെ നിന്നിട്ടാണ് അവർ പുഷ്പവൃഷ്ടി നടത്തിയിരുന്നത്. നല്ല മനോഹരമായിട്ട് കാർവിംഗ് വർക്കൊക്കെ മാർബിളിൽ ചെയ്തിട്ടുള്ള നല്ലൊരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഗാർഡൻ. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ജയ്ഗഡ് ഫോർട്ടൊക്കെ കാണാം കേട്ടോ. അവിടെ നിന്ന് നോക്കിയാലുള്ള വ്യൂ ആണിത്. ഈ കാണുന്ന പാത്രമൊക്കെ ജോധ അക്ബർ ഫിലിമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഫിലിം കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ടുള്ളതാണ് അതൊക്കെ. രാജഭരണകാലത്തൊന്നും ഉപയോഗിച്ചിരുന്ന പാത്രമൊന്നും അല്ല കേട്ടോ അത്. ഈ ഫിലിമിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണത്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് സുഖ് മന്ദിർ എന്നറിയപ്പെടുന്ന ഒരു ബിൽഡിങ്ങിലേക്കാണ് കേട്ടോ. ദിവാനി ഖാസ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. രാജാവിൻ്റെ പത്നിമാരുടെയും സമ്മർ സീസണിൽ താമസിച്ചിരുന്ന പാലസാണ് കേട്ടോ ഇത്. ഫുൾ മാർബിൾ കൊണ്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാർബിളിൽ നല്ല ഭംഗിയായിട്ട് കാർവിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ് കേട്ടോ ഇതും. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ സമ്മർ സീസണിലായിരുന്നു രാജാവും പത്നിമാരും താമസിച്ചിരുന്നത്. അപ്പം എയറും വാട്ടറും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉള്ളൊരു കൂളിംഗ് സിസ്റ്റം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു എയർ കണ്ടീഷൻ സിസ്റ്റം പോലെ തന്നെ എയറും വാട്ടറും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എയർ കൂളിംഗ് സിസ്റ്റം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പം നല്ല മനോഹരമായിട്ടുള്ള കാർവിംഗ് വർക്കൊക്കെ കാണാം. ഇത് രാജ്ഞി യൂസ് ചെയ്തിരുന്ന ചാരിയറ്റായിരുന്നു. ഈ പാലസിലെ വോളിലുള്ള വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ. ഫുൾ മാർബിളിൽ കാർവിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിങ്ങാണിത്. നല്ല മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കണ്ണ് ഗ്ലാസ്സും ഉണ്ടോ. എയർ കൂളിംഗ് സിസ്റ്റത്തിലെ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പാസേജാണിത്. ഇവിടുന്ന് വെള്ളം നേരെ ഗാർഡനിലേക്ക് പോകും. അത് അവിടുത്തെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു. ഇതിന് മുകളിൽ ഒരു ഊഞ്ഞാലിൻ്റെ ഒരു ഹുക്കാണ് കേട്ടോ ഇപ്പോഴും. അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ട് റാണി വിശ്രമവേളകളിലൊക്കെ സമയം സ്പെൻഡ് ചെയ്തിരുന്നതെന്ന് പറയുന്നു. ഈ കാണുന്ന ഡോറ് ഐവറിയും സാൻഡൽവുഡും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡോറാണ്. ഇതുപോലത്തെ ധാരാളം ഡോറുകൾ ഈ ഒരു പാലസിൽ ഉണ്ടായിരുന്നു. ഇനി നേരെ പോകുന്നത് 4ാമത്തെ കോർട്ട്യാർഡിലേക്കാണ്. പണ്ട് കാലങ്ങളിൽ പുരുഷന്മാർക്ക് ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. രാജാവിൻ്റെ 12 ഭാര്യമാരുടെ പ്രൈവറ്റ് റൂമുകളായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്യപുരുഷന്മാർക്ക് ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഒരു റൂമിലേക്കാണ് കേട്ടോ. ഇതുപോലെയുള്ള 12 റൂമുകളായിരുന്നു കേട്ടോ ഈ ഒരു കോർട്ട്യാർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ റൂമിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ബാത്റൂം, ഡൈനിങ് റൂം, ഡ്രസ്സിങ് റൂം, ടോയ്ലറ്റ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ റൂമുകളായിരുന്നു ഓരോ ഭാര്യമാർക്കും ഉണ്ടായിരുന്നത്. ഇതേപോലുള്ള 12 റൂമുകളാണ് ഓരോ ഭാര്യമാർക്കും ഉണ്ടായിരുന്നത്. ഒരു റാണിയുടെ റൂമിലേക്ക് രാജാവ് വരുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഓരോ റൂമിലേക്കുള്ള പാസേജും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ സനാന മഹൽ എന്നറിയപ്പെടുന്നത്. ഇവിടെ വെച്ചിട്ടായിരുന്നു രാജാവിൻ്റെ 12 ഭാര്യമാർക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരുന്നത്. ഇതിന് ചുറ്റിനുമാണ് കേട്ടോ റാണിമാരുടെ റൂമുകളൊക്കെ വരുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്.
അവിടെയും കുറേ ആൾക്കാർ പാട്ടും മ്യൂസിക്കും ഇൻസ്ട്രുമെൻറ്റും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുമ്പോഴേക്കാണ് ഇവിടെ ഒരു ടണൽ കണ്ടത്. ഈ ടണൽ ആംബർ ഫോർട്ടിൽ നിന്ന് ജയ്ഗഡ് ഫോർട്ടിലേക്കുള്ളൊരു ടണലാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ഒരു ടണലാണിത്. ഇവിടുന്ന് നേരെ ജയ്ഗഡ് ഫോർട്ടിലേക്ക് എത്താം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ ഇതുപോലത്തെ 2 വലിയ പാത്രങ്ങൾ കാണാം. ഈ 2 പാത്രങ്ങളും ജോധ അക്ബർ മൂവിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. മൂവി കഴിഞ്ഞിട്ട് അത് ഇവിടെ തന്നെ വെച്ചിട്ട് പോയിട്ടുള്ളതാണ്. അങ്ങനെ ആംബർ ഫോർട്ടിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പം ഇവിടെ തന്നെ ഇതാ പപ്പറ്റ് ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം പപ്പറ്റ് ഷോ ഒക്കെ കണ്ട് നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.